ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ തടവിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റും എന്നതാണ് അറിയിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് കൊല്ലം കോടതിയിൽ ഹാജരാക്കിയും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ ജയിലിലാണ് അദ്ദേഹം ഉള്ളത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ തന്നെയാണ് ഇന്നലെ ദേഹപരിശോധനയ്ക്കായി അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തത്. അതായത് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പും അതിനുശേഷവും ദേഹപരിശോധനയ്ക്കായി വൈദ്യപരിശോധനയ്ക്കായി അവിടെ എത്തിച്ചിരുന്നു. ടി.എസ്. ഹരീഷുണ്ട്. ഹരി, ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നോ? എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ദിവിഷെ, തന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ തന്ത്രിയെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതായത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജയിൽ സൂപ്രണ്ടുമായി തിരക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. പക്ഷേ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ അല്പസമയത്തിനകം തന്നെ കൊണ്ടുവരും. ഇവിടെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ ഇന്നലെ കണ്ട ഒരു സമാനമായ ഒരു അവസ്ഥയിലാണ് ഇന്നും ജനറൽ ആശുപത്രി പരിസരം ഉള്ളത്. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നതും ഈ ജനറൽ ആശുപത്രിയിൽ തന്നെയാണ്. അപ്പോഴൊക്കെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും ആ സമാനമായ സ്ഥിതി തന്നെയാണ് ജനറൽ ആശുപത്രി പരിസരത്ത് നമുക്ക് വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിന് തന്നെ തന്ത്രിയുമായുള്ള അവിടെ പോലീസിൻ്റെ ആംബുലൻസിൽ അദ്ദേഹത്തെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം എന്ന് പറയുമ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ വൈദ്യപരിശോധന നടത്തി പിന്നെ കൊല്ലത്ത് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി അതിനുശേഷമാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത്. റിമാൻഡ് ചെയ്ത് ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലായിരിക്കും കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും പിന്നെ മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഹരി, പോലീസിനെ സംബന്ധിച്ച് വളരെ സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. ഇപ്പോൾ RSSന്റെ ഭാഗത്തുനിന്ന് മുൻ RSS നേതാവിൻ്റെ പ്രതികരണം കണ്ടിരുന്നു. തന്ത്രിയും കുറ്റവാളി എന്ന നിലയിൽ പ്രതികരിക്കുന്നു. അതിന് പിന്നാലെ BJPയുടെ നേതാക്കൾ സന്ദീപ് വാചസ്പതി അടക്കമുള്ളവർ തന്ത്രിയുടെ വീട് സന്ദർശിക്കുന്നു. ഇതിൽ തന്ത്രിയെ പഴിചാരി മന്ത്രിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ എന്ന് കെ മുരളീധരൻ ഒരു സംശയം ഉന്നയിക്കുന്നു. അങ്ങനെ പല വിധത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ചും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് പോലീസിന് വളരെ ഒരു സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലാതെ ആളുകൾ ഒരു സംഘം ചേരുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പോലീസിന് കൂടുതൽ എന്തെങ്കിലും സേന ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ദിവിഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ തന്ത്രിയെ പോലെ ഒരാളെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്ന സമയത്തും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ജനറൽ ആശുപത്രി പരിസരത്ത് ഉണ്ടായിരുന്നു. ഇന്നും ആ സമാനമായ സ്ഥിതി തന്നെയാണ്. പോലീസിന്റെ വലിയൊരു സാന്നിധ്യമുണ്ട്. അതായത് ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമോ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെ ഈ രീതിയിൽ വിന്യസിച്ചിരിക്കുന്നത്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ജനറൽ ആശുപത്രി പരിസരത്ത് അങ്ങനെ തന്നെ ഉണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരെ നിർണായകമായ അറസ്റ്റാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ അറസ്റ്റാണ് തന്ത്രിയുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഗൗരവം, എത്രത്തോളം തീവ്രത ഈ അറസ്റ്റുമായി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പൊതു ഇടത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഈ സുരക്ഷ ക്കുന്നതിന്റെ ഭാഗമായി പോലീസ് നടത്തിയിരിക്കുന്നത്. ഇനി ആളുകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ? ഇതിപ്പോൾ ആശുപത്രിയാണ്, അങ്ങനെ ആളുകൾ കൂടി നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു ശബരിമല ഒരു വിഷയത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലൊരു വിഷയത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത്, തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ആ വരുന്ന ആളിനെയും ആ പോലീസ് അകമ്പടിയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ആളുകൾ നിൽക്കും. ഇതൊരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചിലർ ഈ പരിസരത്തൊക്കെ നിൽപ്പുണ്ട്. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും ആളുകളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് തടയാൻ വേണ്ടി പോലീസിനെയും കൃത്യമായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.